ദ ഗ്രേറ്റ് കമ്മീഷൻ, ഏറ്റവും വലിയ ചുമതല. മത്തായിയുടെ സുവിശേഷം 28:18, മർക്കോസിൻ്റെ സുവിശേഷം 16:16. വാട്ട് ഈസ് ദ ഗ്രേറ്റ് കമ്മീഷൻ? ഈ കമ്മീഷൻ ഈസ് മാൻഡേറ്ററി. അതായത് ദൈവം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. അതൊരു വലിയ പോലീസ് ഓഫീസർ താഴെയുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചോദ്യം ചെയ്യാതെ ചെയ്യുക. അല്ലെങ്കിൽ യുദ്ധത്തിൽ വലിയ കമാൻഡർ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരത് അനുസരിക്കുക. ദാറ്റ്സ് ഓൾ ദി ഒബീഡിയൻസ് ആണ്. അത് ചെയ്തേ ഒക്കത്തുള്ളൂ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ, തിരിച്ചു ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവം തന്നിരിക്കുന്ന ഒരു കമ്മീഷനാണ്, ഏറ്റവും വലിയ കമ്മീഷനാണ് നമ്മുടെ മത്തായിയുടെ സുവിശേഷം 28:18, അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16:16. രണ്ടും പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് വായിക്കാം. ദൈവം പറയുന്നതിന് മുൻതൂക്കം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ മൗത്ത് പീസായിട്ട്, അതായത് ദൈവം പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. 28:28 യേശു അവരോട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ 28:18 തൊട്ടുള്ള വാക്യം ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ഗോസ്പലാണ്. അതിലിങ്ങനെയാണ് പറഞ്ഞത്: യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. അത് എല്ലാ അധികാരവും ക്രിസ്തുവിനുണ്ടെന്ന് യേശു തന്നെ പറയുകയാണ്. അത് തന്നെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അല്പവ്യത്യാസമുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മർക്കോസിൻ്റെ സുവിശേഷം 16:16 ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ ഞാൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം, ഇവിടെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും: എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. രണ്ടും കമാൻഡുകളാണ്. ഇത് രണ്ടിനും ഒരേ അർത്ഥമാണെങ്കിലും ജോലികൾ വ്യക്തമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം. സകല അധികാരവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പറയും എന്നെ സകല അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഭർത്താവിനാണ് എല്ലാ അധികാരവും. അത് കഴിയുമ്പം നമ്മുടെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ അധികാരം പിന്നെ പോകുന്നത് മകനാണ്, സകല അധികാരം. അതല്ല, ഒരു ദുഷ്ടൻ വന്നു വെച്ചാൽ അവൻ അധികാരവും നമ്മൾ സമ്മതിക്കില്ല. കാരണം ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഇവിടെ യേശുക്രിസ്തു പറയാണ്, ക്രൂശുമരണം ഏറ്റ് പാതാളത്തിൽ പോയി പിശാചിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവിടെ അവനെ അറസ്റ്റ് ചെയ്തു. എനിക്കതങ്ങോട്ട് ചിന്തിക്കാൻ വയ്യ. കാരണം ക്രൂശുമരണം കഴിഞ്ഞിട്ട് കർത്താവ് തൻ്റെ പാതാളത്തിൽ ആദ്യ കാല് ചവിട്ടിയത്. ക്യാൻ യു സീ ദാറ്റ്? ഉയർത്തെഴുന്നേറ്റ ശരീരമായിട്ട് ആദ്യ ചവിട്ടിയത് പാതാളം. പിന്നെ പാതാളത്തിന് എന്ത് അധികാരമുള്ളത്, എന്ത് ശക്തിയാണുള്ളത്? അവിടെ അവൻ കാല് ചവിട്ടി നിന്നേച്ച് റിലീസ്, എൻ്റെ മക്കളെ വിടും. അങ്ങനെയാണ് ആദത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ആദത്തിനെ അവൻ രക്ഷപ്പെടുത്തി പറുദീസയെ തിരിച്ചു കൊണ്ടുവന്നു. ദാറ്റ് പിക്ചർ ഈസ് വെരി ക്ലിയർ. അത് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ, നമ്മൾ തുർക്കി, എഫെസസ്, പിന്നെ സ്പേർണ, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള പള്ളികളിൽ ഈ പടം വരച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് അങ്ങോട്ട് കുരിശുമരണം കഴിഞ്ഞിട്ട് പാതാളത്തിലൂടെ കാല് ചവിട്ടി വെച്ച് പിശാചിനെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ച് തൻ്റെ മക്കളും ആദ്യ പിതാവായ ആദത്തിനെ അവയും കൈക്ക് പിടിച്ച് ശവക്കോട്ട തകർത്ത് മുകളിലോട്ട് കയറിപ്പോകുന്ന ഒരു പടമുണ്ട്. കാണേണ്ടതാണ്. പാതാളത്തിൽ കാല് ചവിട്ടാൻ യേശുവിന് അധികാരമുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ച്, അതായത് ക്രൂശുമരണം ഏറ്റ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതേ പദവിയിൽ നിൽക്കുന്ന നമുക്ക്, സ്നാനമേറ്റവരോടാണ് ഇത് പറയുന്നത്, അതേ അധികാരമുണ്ട് ചവിട്ടാൻ. എവിടെ? അതാണ് പാതാള ഗോപുരങ്ങൾ ഇതിനു മുമ്പിൽ നിൽക്കത്തില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ചുമ്മാതല്ല ഓരോ വേർഡ് ദൈവം ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞ ഓരോ വേർഡിനും വലിയ അർത്ഥമാണ്. കർത്താവ് പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, സകല അധികാരം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിങ്ങൾക്ക് സ്നാനപ്പെടുത്താൻ അധികാരം തന്നിരിക്കുന്നു. കർത്താവ്
യേശുവിൻ്റെ പേരിലാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത്, സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. പക്ഷെ ഇവിടെ പറയുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. അപ്പോൾ നമുക്ക് 3 പേരുടെയും പേരുപയോഗിക്കാൻ അധികാരം തരിക. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇപ്പം എൻ്റെ വല്യപ്പച്ചൻ്റെയും എൻ്റെ അപ്പൻ്റെയും എൻ്റെ മകൻ്റെയും അധികാരം എനിക്കുണ്ടെന്ന് ഞാൻ പറയുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു പദവിയല്ലേ? അപ്പോൾ എൻ്റെ വല്യപ്പച്ചനുണ്ടാക്കിയ സ്വത്തിലും എൻ്റെ അപ്പനുണ്ടാക്കിയ സ്വത്തിലും എൻ്റെ മകനുണ്ടാക്കിയ സ്വത്തിലും എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതെന്തൊരു വലുതല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ദൈവം അതാ പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സകല അധികാരം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മേലായ നാമം. ഇത് സിംപ്ലിഫൈഡ് ആയിട്ട്, അതായത് വഴി ഒന്നെന്നുള്ളത് ക്ലിയറായിട്ട് എഴുതി കാണിക്കുകയാണ്. ഈ ചില പിള്ളേർ കണക്ക് പരീക്ഷയ്ക്ക് എന്തെഴുതിയാലും ജയിക്കത്തില്ല. അവസാനം നോക്കി നിൽക്കുന്ന സൂപ്പർവൈസറിന് സങ്കടം തോന്നിയിട്ട് അദ്ദേഹം അവൻ്റെ പേപ്പറിനകത്ത് കറക്റ്റ് ആൻസർ എഴുതി കൊടുത്തു. നേരായ കറക്റ്റ് ആൻസർ ഇതാ കുഞ്ഞ്, നീ ഇനിയും കിടന്നുകൊണ്ട് കഷ്ടപ്പെടും. അങ്ങനെ ആ കൊച്ചൻ കണക്കിന് പാസ്സായി. എങ്ങനെയുണ്ട്? ദൈവം ആരാണ്? സകല അധികാരം എനിക്ക് തന്നിരിക്കും. നമ്മളിതൊക്കെ കേൾക്കുന്നല്ലോ, ഉപയോഗിക്കുന്നുണ്ടോ? പറഞ്ഞു പഠിക്കണം. അത് വീട്ടിൽ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ നടക്കും. ചിലപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ചെറിയ ദൈവത്തിൻ്റെ ആത്മാവിനെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ തുണിയെല്ലാം കൊണ്ട് അയലോട്ട് ഇട്ട് വെച്ച് നമ്മൾ പെട്ടെന്ന് ഒരിടത്തോട്ട് പോകും. അവിടെ മഴ പെയ്യുന്നതാണ്. ഇനി അതെടുത്തെല്ലാം രണ്ടാമത് അത് വലിയ പാടാണ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, തിരിച്ചു വരുന്നതാണ് പറയാം, മഴ വേണ്ട കർത്താവേ. അത്ര സ്ഥലത്ത് മഴ പെയ്യത്തില്ല. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും ഞാനിങ്ങനെ കാണും. പലരും എന്നെ ഇങ്ങനെ വിളിച്ച് പറയാറുമുണ്ട്. ഇതൊക്കെ സ്ത്രീകളായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ചെറുതും വലുതും ദൈവത്തിന് ഒരുപോലെയല്ലേ. ഈ ചെറുതിൽ വിശ്വസ്തനാണെന്ന് വലുത് ചെയ്യാൻ പഠിക്കുന്നത്. ചിലത് നമ്മൾ മറന്നുപോകും. വാതിൽ ചിലപ്പോൾ നമ്മൾ അടയ്ക്കാൻ മറന്നുപോകും വീടിൻ്റെ. അത് പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. എനിക്കെല്ലാം തുറന്നിടുന്ന ഒരു ക്യാരക്ടർ. എല്ലാം തന്നെ എന്തിനാ അടച്ചു വെച്ചിരിക്കുന്നത് ഒക്കെ തുറന്ന്. കഴിഞ്ഞ ദിവസം വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കുകയാണ്. ഡോക്ടർ രാവിലെ എഴുന്നേറ്റിച്ച് പറഞ്ഞ് വാതിൽ അടച്ചില്ല. സത്യം, ഞാനാ തുറന്നിട്ടത്. ചെടി നോക്കാൻ ഇറങ്ങിയതാണ്, ഞാൻ മറന്നുപോയി. രാത്രി കാറ്റടിച്ചിട്ട് തുറന്നുപോയി. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ശരി, ഞാൻ മറന്നുപോയി, ഒന്നും കൂടെ ഇനി കിടക്കുമ്പോൾ ചെക്ക് ചെയ്യണം വാതിലടച്ചോന്ന്. പക്ഷെ വാതിൽ തുറന്നാലും കാവലായിട്ടൊരു ദൈവം നമുക്കുണ്ട്. ഉറപ്പുണ്ടോ? അങ്ങനെ കാര്യത്തിലൊന്നും എനിക്ക് ഭയമേ ഇല്ല. കാരണം വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഒരു ഭയം നമ്മളെയൊക്കെ അലട്ടുന്നത് സ്ത്രീകൾക്കാണ്. മക്കളെ കുറിച്ച് ഒത്തിരി വ്യാധിയുണ്ട്. അത് നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ അത് വിട്ടുകൊടുക്കാത്തതുകൊണ്ടല്ല, അത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറയുന്നത് ഏറ്റെടുക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? കർത്താവിന് എല്ലാവരെയും ശിഷ്യരാക്കാൻ. പിന്നെ അവസാനം ഒരു താക്കീത്, ഒരു കണക്ഷനാണ്, കറക്റ്റിംഗ് ലിങ്ക്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട്. അതിക്കുള്ള എന്ത് വേണം? ഇത് തന്നെ ഈ അടുത്തിടെയാണ് എന്നെ ടച്ച് ചെയ്തത്. ഞാൻ എപ്പോഴെപ്പോഴും പറയുമെങ്കിൽ നീ ഒരിക്കലും ഐ ആം വിത്ത് യു ഓൾവേസ്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. ലോകാവസാനത്തോളം, ഭൂമി അഴിഞ്ഞു പോകുന്നിടം വരെ എൻ്റെ കൂടെ ഉണ്ടോ? ആര്? യേശു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. പ്രയാസത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും അനുഗ്രഹത്തിലും ഒക്കെ യേശു കൂടെ. അപ്പോൾ പ്രയാസം വരുമ്പോഴേ, കഴിഞ്ഞ ദിവസം എന്തോ ഒരു പേപ്പർ ശരിയാണ്, പേപ്പർ എന്ത് ചെയ്ത് ടാക്സിൻ്റെ ഇപ്പോഴത്തെ ഓരോ പുതിയ നിയമങ്ങൾ നമുക്ക് മനസ്സിലാവൂല. ഇതെന്ത് ഈ സിഗ്നേച്ചറോ മറ്റേ സിഗ്നേച്ചറോ? ഞാൻ പറയുന്നത് എന്നതാന്ന് എനിക്കിതൊന്നും അറിയുന്നുകൂടാ. അപ്പം ഞാൻ എന്തായാലും കർത്താനുണ്ട്, ഞാൻ നിൻ്റെ മകളല്ലേ, ഇനി ഇതിനു വേണ്ടി സമയങ്ങളെ ആരെക്കൊണ്ട് കഴിയും ഇതെല്ലാം ഇനി ഇതിനു വേണ്ടി. ചെറിയ കാര്യമായിരിക്കും, പക്ഷേ നമുക്കത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് പ്രോബ്ലം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, എന്താ ഇത്ര മുഖത്തിന്? അപ്പോൾ ഇത് ഇത്ര ദിവസം ചെയ്തിട്ട് ഇത് ശരിയാകുന്നില്ല. ഉടനെ തന്നെ നമുക്ക് അതിനറിയാവുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പുള്ളിയെ വിളിച്ച് ആ മനുഷ്യൻ വളരെ സ്നേഹത്തോടെ വീട്ടിൽ 2 പ്രാവശ്യം വന്ന്, 3-ാം പ്രാവശ്യം വന്നപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പുള്ളിയുടെ ഫോണിൽ കൂടെ അത് ചെയ്തപ്പോൾ എളുപ്പം ചെയ്തു. ആ മനസ്സ്, നല്ല മനസ്സ്. ഞാനൊരു മകളാണ് ദൈവത്തിൻ്റെ. എനിക്ക് വേണ്ടി ഇതിനു വേണ്ടി സമയം കളഞ്ഞ് ഞാൻ വേണ്ടെന്ന് നോക്കും. ദൈവം പറ്റിയ ആളിനെ കൊണ്ടുവന്നു അതെനിക്ക് അനുഗ്രഹമാക്കി തന്നു. അപ്പോൾ സഹായം, അപ്പോൾ ഒരു പ്രശ്നം വന്ന് എനിക്ക് അനുഗ്രഹമാക്കി മാറ്റി തന്ന ദൈവം. എന്താ? ഞാൻ ദൈവത്തോട്, ഞാൻ മകളല്ലേ? തിരിച്ചു ചോദിക്കാൻ പഠിക്കണം. ഞാൻ നിൻ്റെ മകളല്ലേ? ഈ ഓർഫൻ സ്പിരിറ്റ്
അതായത് അനാഥത്വം ഒരു വലിയ ഒരു ശാപമാണ് കേട്ടോ. അത് എല്ലാവർക്കും ഉണ്ട്. കൊച്ചിലോട്ട് മരിക്കുന്ന ആൾ, ഈ 99 വയസ്സുള്ള മരിക്കാൻ നേരത്ത് മരിക്കത്തില്ല, കടക്ക് വിടും. കാരണം അവൻ്റെ വിചാരം, അദ്ദേഹത്തിൻ്റെ വിചാരം ഞാൻ അനാഥനാണ്, എന്നെ ആരും അങ്ങോട്ട് കൊണ്ടുപോകാനില്ല. നീ അനാഥനാന്നുള്ള ചിന്ത ജീവിതകാലം മുഴുവൻ ഭരിക്കുന്നതിൻ്റെ റീസൺ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, കാണേണ്ട പോലെ. കർത്താവ് പറയുന്നത് എന്തുവാ? ആ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്നാനമേറ്റവരോട് പറയുന്നു, വിശ്വസിക്കുന്നവരെ അടയാളങ്ങൾ, എൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറപ്പെടും, പൊതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നടത്തുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ദ കമാൻഡ് ഈസ് ഫ്രം എബവ്. ദിനം പ്രതി എല്ലാത്തിനും ഉത്തരം കിട്ടിയെന്നില്ല, ബട്ട് കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്, ഗോഡ് വിൽ ഡൂ ദ വർക്ക്. പ്രാർത്ഥിക്കും. നാഥ, നിൻ്റെ വലിയ കമാൻഡ് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷം അവസാനമായിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചത് മറന്നിട്ട് ലോകപരമായ പ്രശ്നങ്ങളുടെ പുറകെ പ്രശ്നം എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പലതും ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിൻ്റെ കനാൻ ദേശത്തിൽ നിന്ന് ഒഴുക്ക് തുടങ്ങിയാൽ അവിടെ ഒരവസാനമില്ല. അതുകൊണ്ട് ഈ ജീവനദിയുടെ കീഴെ വന്ന് ഞങ്ങൾ നിൽക്കുക. നദി മുകളിൽ താഴോട്ടല്ലേ ഒഴുകണ്ട്, ഞങ്ങൾക്ക് മുകളിലോട്ട് ഒഴുക്കാനൊക്കത്തില്ല. പക്ഷെ നീ എത്ര വിശ്വസ്തനാപിച്ച, വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അനുസരിക്കാനുള്ള കമാൻഡുകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള കൃപ ഇട്ടത്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു പാമ്പോ ഒരു തേളും ഞങ്ങളെ കടിക്കത്തില്ല, അതിനെ ചവിട്ടാൻ അധികാരം തന്നിരിക്കുക. പിന്നെ എന്തിനാ പേടി? എല്ലാത്തിനും പേടിയാണ് ഞങ്ങൾക്ക്. ആ പേടിയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേച്ച് മരണകരമായി എന്ത് കടിച്ചാലും മരിക്കത്തില്ല, അതും അപ്പച്ചൻ പറഞ്ഞു. രോഗികളെ തൊട്ടാൽ അവിടെ സൗഖ്യം. ഭൂതങ്ങൾ നമ്മുടെ നിഴൽ കണ്ടാൽ ഓടിപ്പോണം, കാരണം നമ്മൾ നിന്നിൽ മറിഞ്ഞിരിക്കുകയല്ലേ. അപ്പച്ചൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു നാളും നിന്നെ വിട്ടേച്ച് പോകത്തില്ലെന്ന്. അതൊക്കെ ഒന്ന് വിശ്വസിക്കാനുള്ള കൃപ ഇട്ടത് അപ്പച്ചൻ. എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ധൈര്യമായിട്ടൊന്ന് ജീവിക്കാനുള്ള കൃപത ഞങ്ങളുടെ തലമുറകളിലും പാസ് ഔട്ട് ചെയ്തിട്ട് ദൈവമേ കർത്താവ്. പാസ് ഇറ്റ് ഓൺ അനേകർക്ക് ഇതൊരു വെളിച്ചമായി മാറുന്നു. അതിനത് ചെയ്യുന്നതിന് സ്തോത്രം. എൻ്റെ വെളിച്ചം ഇങ്ങനെ പ്രകാശം ഇങ്ങനെ ദൈവമേ ആ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ജീവൻ്റെ നദി തന്നെയല്ല അഭിഷേകത്തിൻ്റെ തൈലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.